ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിമിറ്റ്ലെസ് സൺഷൈൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വീഡിയോ ഫോർത്ത് ട്രൈമസ്റ്ററിനെ പറ്റിയാണ്. ഫോർത്ത് ട്രൈമസ്റ്ററോ? അങ്ങനെ ഒരു ട്രൈമസ്റ്റർ ഉണ്ടോ? എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. എല്ലാവരും പറയുന്നത് പ്രഗ്നൻസിയിൽ 3 ട്രൈമസ്റ്ററേ ഉള്ളൂ. പക്ഷെ പ്രഗ്നൻസി ആൻഡ് മദർഹുഡ് ജേണി നോക്കുകയാണെങ്കിൽ ഇതിനെയും കൂടി ഞാനൊരു 4ാമത്തെ ട്രൈമസ്റ്ററായിട്ട് കൂട്ടാം. വൈ? ആദ്യത്തെ 3 മാസം, ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് 3 months ബേബിക്കും അമ്മയ്ക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ റിക്കവറായി വരുന്നതേ ഉള്ളൂ, ബേബി വൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കും അഡാപ്റ്റ് ആവാനുള്ളൊരു 3 months ആണിത്. സോ ആ 3 months 2 പേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഞാൻ ഇതിനെപ്പറ്റി എന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കെയർ ആൻഡ് കൺസേൺ ആയിരിക്കും നമുക്ക്, കാരണം കുട്ടി അകത്താണല്ലോ. പക്ഷെ കുട്ടി പുറത്ത് വന്നിട്ട് ഈ ഓരോ വീക്കും പാസ് ചെയ്യും തോറും അമ്മയോടുള്ള ഒരു ശ്രദ്ധ കുറഞ്ഞു വരും. അമ്മയുടെ ഹെൽത്തും മെൻ്റൽ വെൽബീയിങ്ങും ഒന്നും ഒരു കൺസേൺ ആയിരിക്കില്ല ആർക്കും. എല്ലാവർക്കും കുട്ടിയുടെ കാര്യം പ്രോപ്പറായിട്ട് നടന്നാൽ മതി. അത് ഫുഡ് ആയിക്കോട്ടെ, റിക്കവറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്റ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എല്ലാവരും കുട്ടിക്കായിരിക്കും ശ്രദ്ധ കൊടുക്കുക. ആർക്കും അമ്മയുടെ കാര്യത്തിലൊരു കൺസേൺ ഉണ്ടാവില്ല. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില വീടുകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ മോസ്റ്റ്ലി സിറ്റുവേഷൻ ഇങ്ങനെയാണ്. എല്ലാ അമ്മമാർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട എന്ന രീതിക്ക്. സോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർത്ത് ട്രൈമസ്റ്റർ? അതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മെമ്മറി ലോസ് ആണ്. ഞാനും സെയിം അവസ്ഥയാണ്, പോസ്റ്റ്മോർട്ടമാണ്. അപ്പോൾ അന്ന് പോയ കിളി ഇന്ന് വരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അന്ന് പോയ മെമ്മറി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇടയ്ക്ക് ചില കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇവൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന എനിക്കിതിപ്പോൾ ഡേറ്റ് ഇവൻറ്റ്സ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. എന്തിനാണ് ഈ റൂമിലോട്ട് വന്നതെന്ന് പോലും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. സോ ഇതൊക്കെ എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ബുക്കൊക്കെ നോക്കി റെഫർ ചെയ്തിട്ട് എന്താണ് പറയാനുള്ളതെന്ന് മറന്നു പോകാൻ പാടില്ലല്ലോ, അങ്ങനെയാണ് പറയാൻ പോണത്. സോറി ഫോർ ദ ട്രബിൾ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. സോ നമ്മൾ ആ ഒരു C-section ആയിക്കോട്ടെ, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ അതിനെ റിക്കവർ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമുണ്ട്. C-section ആണെങ്കിൽ നമ്മളൊരു മേജർ സർജറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നാച്ചുറൽ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ അത്രയും അത്രയും ഒരു ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് ഇളകി അത്രയും ഒരു ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആയിട്ട് ഒരു വരുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്തിനായാലും നമുക്കതൊന്ന് അഡാപ്റ്റ് ആയി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വന്നങ്ങ് കിടന്ന് റെസ്റ്റ് ചെയ്താൽ മതിയോ? അല്ല, കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ അതുകൊണ്ട് വി നീഡ് എ ലോട്ട് ഓഫ് റെസ്റ്റ്, വി നീഡ് എ ലോട്ട് ഓഫ് കെയർ, സോ ദാറ്റ് നമ്മളതൊക്കെ ഒന്ന് തരണം ചെയ്ത് സ്ട്രോങ് ആയിട്ട് പഴയ പോലെ ആകാൻ പറ്റും. പഴയ പോലെ ആകാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ നമ്മുടെ ബോഡിയോട് കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. പെട്ടെന്നൊന്നും അതിന് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വരില്ല, പക്ഷേ നമുക്ക് പറ്റും. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ പഴയ ഒരു ഫോമിലോട്ട് നമുക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് റിക്കവറിക്ക് ടൈം കൊടുക്കുക. റിക്കവറിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡീനെ ഓവറായിട്ട് പ്രഷറൈസ് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് നമ്മൾ മെൻ്റലിയും നമ്മളെ കൊണ്ടെന്താ പറ്റാത്ത എന്ന രീതിക്ക് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളവർ പറഞ്ഞാലും നമ്മളെങ്കിലും നമ്മളെ ബോഡീനെ കെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ കാര്യവും ഹേർട്ട് ചെയ്യും. ഇരിക്കുന്നത്, നിൽക്കുന്നത്, കിടക്കുന്നത്, എന്ത് ചെയ്താലും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കാം, ക്ഷീണമായിരിക്കാം. ബിക്കോസ് ട്രൂത്ത് ഈസ് ദാറ്റ് നമ്മൾ ട്രൂലി റെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ സാധാരണ ഒരു സർജറി എന്തെങ്കിലും ചെയ്ത് കിടക്കുന്ന ഒരു പേഴ്സണ് റെസ്റ്റ് ചെയ്യുന്ന പോലെയാണോ? നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് പാലാവശ്യം വരും, അപ്പം നമ്മൾ എടുക്കും. പിന്നെ അങ്ങനെ കുട്ടി കരയും. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം. സോ ആൻഡ് ഇതെല്ലാം നമ്മൾ ഹേർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവൻച്വലി ഇതൊക്കെ പാസ് ചെയ്യും. സോ അതുകൊണ്ട് ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. പിന്നെ അതിനുശേഷമുള്ളത് സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബഡ് ആയിരിക്കും. നമ്മൾ പണ്ട് ഉറങ്ങിയതുപോലെ ഒന്നും ഉറങ്ങാനേ പറ്റില്ല. അതെനിക്ക് ഇന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ 8 months ആകാൻ പോകണം എൻ്റെ കുട്ടിക്ക്. പക്ഷേ ഇതുവരെ എനിക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരാറുണ്ട്. അത് ഒന്ന് അവൻ കരഞ്ഞിട്ട് എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് ഞാൻ അവനെ ചെക്ക് ചെയ്യാൻ വേണ്ടി എണീക്കുന്നതായിരിക്കാം. സോ എല്ലാ സിറ്റുവേഷനിലും എണീറ്റ് ഒരു ദിവസം പോലുമില്ല ഉറക്കം കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസം പോലുമില്ല. ബട്ട് ഐ നോ ആഫ്റ്റർ 1 or 2 years ഇറ്റ് വിൽ ബി ഫൈൻ. സോ ഇതൊക്കെ പാസ്സാകും. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നത് ഒരു ന്യൂ മോം ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. ആൻഡ് ഇത് കേൾക്കുന്നത് ആരെങ്കിലും ഒരു ന്യൂ മോം കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ ബി പേഷ്യൻറ്റ് വിത്ത് ഹർ, ബി കെയറിങ് ഫോർ ഹർ. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ബ്ലീഡിങ്. ചില ആൾക്കാർക്ക് ഒരുപാട് നാൾ ബ്ലീഡിങ് ഒക്കെ പോകാം. എനിക്ക് ബ്ലീഡിങ് ആദ്യമേ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും തന്നെ ബ്ലീഡിങ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പായി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ പാൽ കൊടുക്കുന്ന സാഹചര്യത്തിൽ
പാല് കൊടുക്കുമ്പോൾ ട്രിഗർ ആകുന്നതാണോ എന്നറിയില്ല. ഇതുപോലെ ബെഡിൽ വെച്ചോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലോ പിന്നെ സോഫയിൽ, ചെയറിൽ, ഡ്രസ്സിൽ എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ആകുമായിരുന്നു. അത് നമ്മുടെ കൺട്രോളിലല്ല, നമുക്ക് അകത്തുനിന്ന് പോകാനുള്ള ബ്ലഡ് ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നതാണ്. ഇതൊന്നും ആരും കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറിനെ ഉടനെ കോൺടാക്ട് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് ബാക്കി ഇവിടെയൊക്കെ ആക്കി അങ്ങനെ റിഗ്രറ്റ് ഒന്നും അടിക്കണ്ട. ഇറ്റ്സ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. ഓക്കെ, ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ബ്രസ്റ്റ് എൻകോറേജ്മെൻറ്റ് വന്നിട്ട് ഭയങ്കര പെയിൻ ആയിരിക്കും. അതിലൊരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് ആ പെയിന് വരുന്നതിൻ്റെ കൂടുതൽ ഹാലൂസിനേഷൻസ് വരുമായിരുന്നു. അവസാനം എനിക്ക് വട്ടായിപ്പോയോ എന്നൊരു ആലോചിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആളും ഇങ്ങനെ ഇവളുടെ കിളി പോയോ എന്ന രീതിക്ക്. അപ്പോൾ മേ ബി ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾ പിന്നെ അതിനെപ്പറ്റി ഇനി കളിയാക്കിയിട്ടില്ല. പക്ഷേ അത്രയ്ക്ക് ഹാലൂസിനേഷനൊക്കെ വന്നിട്ട് ആരെങ്കിലും ഈ ഒരു സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഇത് ബാക്കിയുള്ളവരോട് പറയാൻ തന്നെ എനിക്ക് ചെറിയൊരു മടി തോന്നും. കാരണം ശരിക്കും എല്ലാവർക്കും തോന്നില്ല എനിക്ക് വട്ടായി പോയതാണെന്ന്. ഈ ഫീഡ് ചെയ്യുമ്പോൾ ആ പെയിൻ്റെ സമയത്ത് എനിക്ക് ഹാലൂസിനേഷൻസ് വരുമായിരുന്നു. ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഞാൻ സ്വപ്നം കാണുന്ന പോലെ, ഞാൻ വേറൊരു സ്ഥലത്ത് എത്തിയതുപോലെയൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുമായിരുന്നു. അത് പെയിനിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഞാൻ. അത് എനിക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണോ എന്ന്. മേ ബി സ്ലീപ്പ് കുറയുന്നതുകൊണ്ടായിരിക്കാം, ആ എനർജി, ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് എനിക്ക് പറയാനുള്ളത്, ഓരോ ബേബിയും ഡിഫറെൻ്റ് ആണ്, ഓരോ മദറിൻ്റെ ജേർണിയും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ ബേബിക്ക് എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെയെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എല്ലാവരുടെ സിറ്റുവേഷൻസും എക്സ്പീരിയൻസസും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നിങ്ങളോട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും. ഇപ്പം എനിക്ക് എൻ്റെ കുട്ടി 8 months ആണ്. എനിക്ക് ശേഷം പ്രസവിച്ച ഒരാളോട് പോയിട്ട് ഞാൻ പറയുമായിരിക്കും, എൻ്റെ കുട്ടി ഇങ്ങനെ അച്ചീവ് ചെയ്തു, ഞാൻ ഇങ്ങനെ അതിനെ മാനേജ് ചെയ്തു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ അറ്റ് ലാസ്റ്റ് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ ബേബി ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ഡു വാട്ട് യു ഫീൽ ബെസ്റ്റ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ബെസ്റ്റായിട്ട് അത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് വായിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അല്ലാണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ബേബിക്ക് വേണ്ടി ഒന്നും ചൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ ബേബി എന്താണെന്നും നിങ്ങളെന്താണെന്നും 24/7 നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. സോ അതുകൊണ്ട് ഒരിക്കലും ബാക്കിയുള്ളവർ പറയുന്ന അഡ്വൈസ് വിചാരിച്ചിട്ട് ഒന്നും ആൻഷ്യസ് ആവുകയോ അല്ലെങ്കിൽ ടെൻഷൻ ആവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. നമ്മളൊരു പെർഫെക്റ്റ് മോമല്ല വേണ്ടത്, നമ്മൾ ഒരു അവൈലബിൾ ആയിട്ടുള്ള മോമാണ് വേണ്ടത്. പെർഫെക്ഷനേക്കാൾ വേണ്ടത് നമ്മളെ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അടുത്തുണ്ടാവുക. എക്സ്പെഷ്യലി ഈ ഒരു സ്റ്റേജിൽ ഞാൻ പറയുന്നില്ല വർക്കിംഗ് വുമൻസ് ഉണ്ടായിരിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങനെ എപ്പോഴും നിൽക്കാൻ പറ്റിയ അമ്മമാരുണ്ടായിരിക്കില്ല എന്നും പറഞ്ഞ് അവർ മോശം അമ്മയൊന്നും ആവുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ ഫസ്റ്റ് 1-2 മാസം അവരാ മുമ്പിൽ നിന്ന് പുറത്തിറങ്ങി അഡാപ്റ്റ് ആവുന്ന മാസം. ഞാൻ നേരത്തെ പറഞ്ഞു 4th trimester എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഫസ്റ്റ് കുട്ടിക്ക് അത് അഡാപ്റ്റായി വരുന്നതേ ഉള്ളൂ. കുട്ടി ഇപ്പോഴും പുറത്ത് വന്നിട്ട് കുട്ടി അവിടുത്തെ സിറ്റുവേഷനായിട്ട് ഒരു 3 months ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈവനിങ്ങുള്ള hours ഭയങ്കരമായിട്ട് കരയും. നമുക്ക് തോന്നും എന്താ നമ്മുടെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ മോശം അമ്മയാണോ, എന്നെക്കൊണ്ട് പറ്റില്ല, ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും കൺട്രോളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൺട്രോൾ പോയി ദേഷ്യം വന്ന് ചിലപ്പോൾ നമ്മുടെ ടോണൊക്കെ മാറുമ്പോഴത്തേക്കും കുട്ടി ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു മോശം അമ്മയാണോ എന്ന്. അങ്ങനെ അല്ല, ആ കുട്ടി അഡാപ്റ്റ് ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളും അഡാപ്റ്റ് ആവുന്നേ ഉള്ളൂ. കുട്ടിക്ക് 2 മാസം പ്രായം എന്ന് പറയുമ്പോൾ ഞാനും ആസ് എ മോം, ആ മോം എന്നുള്ള ന്യൂ റോളിൽ ഞാനും 2 മാസമായിട്ടേ ഉള്ളൂ. എനിക്കതിൽ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാനും പഠിച്ചു വരുന്നില്ല. ഇപ്പോൾ 8 മാസമാണ് എൻ്റെ കുട്ടിക്ക്. അപ്പോൾ ഞാനും 8 മാസമായതേ ഉള്ളൂ. ആസ് എ മോം എനിക്ക് 8 months ആയിട്ടേ ഉള്ളൂ. 8 months എക്സ്പീരിയൻസ് ആണുള്ളത്. 8 months ആ ഒരു അറിവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണുള്ളത്. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പെർഫെക്ഷനോ അല്ലെങ്കിൽ കമ്പാരിസണോ, ബാക്കിയുള്ള ആൾക്കാരോട്ടുള്ള കമ്പാരിസണോ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ കുട്ടിയും അവരുടെ കുട്ടിയും ഒക്കെ ഡിഫറെൻറ്റ് ജേർണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അവരും ഒക്കെ ഡിഫറെൻറ്റ് ജേർണിയാണ് എടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ ആളില്ലായിരിക്കാം, അവർക്ക് സഹായിക്കാൻ ആളുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഫോർഡ് ചെയ്യാമായിരിക്കാം, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. സോ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും യൂണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് വറി ആവാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ ഉള്ളത് ഫുഡ് ആൻഡ് റിക്കവറി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ ഈ സമയത്ത് ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡയറ്റോ അല്ലെങ്കിൽ ഞാൻ വണ്ണം വെച്ച് പോയി എൻ്റെ ബെല്ലി ഫാറ്റ് കൂടുതലായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ കയറി ക്രാഷ് ഡയറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യം ഫുഡ് ആൻഡ് വാട്ടർ. ഇത് രണ്ടും നല്ലപോലെ ഇൻടേക്ക് ചെയ്യണം.
എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡാണെങ്കിൽ അത് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക പോസിബിളി. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് വിശന്ന് പോയെങ്കിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. പക്ഷേ ഞാൻ പറയില്ല, കേടാകാത്ത ഫുഡൊക്കെ കഴിക്കണം. കുട്ടിക്കും കൂടെ നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും കുട്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ അത്രയും നിങ്ങൾക്ക് റിക്കവറിക്ക് നല്ലതാണ്, നിങ്ങൾക്ക് കുട്ടിക്ക് നല്ലതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, കാൽഷ്യം ഇതൊക്കെ എടുക്കുക, അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത് മാത്രമല്ലാണ്ട് അയൺ, കാൽഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക. ഇപ്പോൾ മുരിങ്ങയില അല്ലെങ്കിൽ നമ്മൾ മട്ടൻ സൂപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ റിക്കവറിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഒരിക്കലും ഫുഡിൻ്റെ മേലിലൊരു കലോറി ലെവലിലോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് എന്ന രീതിക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പം ഞാൻ 8 month ആണ്, എനിക്കിപ്പം ചെറിയ ബെല്ലിയൊക്കെ ഉണ്ട്. കാരണം മീൻസ് ഞാൻ അത്രയും വലിയൊരു ഡയറ്റിലോട്ടൊന്നും പോയിട്ടില്ല. കാരണം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു 6 months വരെ. ഇപ്പം സോളിഡ്സ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടിയെ നോക്കുന്ന എനർജി ആയിട്ട് എനിക്ക് ഇത്രയും വലിയൊരു ഡയറ്റ് ഒന്നും താങ്ങാൻ പറ്റില്ല. നമ്മൾ ടയർഡായിപ്പോയി എന്ത് സംഭവിക്കും? അതുകൊണ്ട് എല്ലാം ഇതൊക്കെ ഒരു നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിൽ നമ്മൾ കുറച്ച് ഡയറ്റിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യാനുള്ളത്. നമ്മളൊരു കലോറി ഡെഫിസിറ്റ് ഒന്നും അധികം പ്ലാൻ ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. നമ്മൾ ഇപ്പോഴേ എല്ലാ ആൾക്കാരും, ചിലപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പറയും നിൻ്റെ വയറെന്താ ഇങ്ങനെ, നീ എന്താ വണ്ണം വെച്ചിരിക്കുന്നത്, അതൊക്കെ കുറയും. ഒരു 1 or 2 years കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ബി പേഷ്യൻറ്റ് വിത്ത് യുവർ ബോഡി. എല്ലാവർക്കും ഓരോ കേസാണ്. ചില ആൾക്കാർക്ക് കുറഞ്ഞെന്ന് വരാം താനെ പെട്ടെന്ന്, ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുത്തെന്ന് വരാം. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും പ്രഷർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് 3 months നിങ്ങൾ ഒരിക്കലും ഒരു പ്രഷർ കൊടുക്കാൻ പാടില്ല. മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഒട്ടും പ്രഷർ നമ്മൾ 6 months കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. അടുത്ത് പറയാൻ പോകുന്ന ഫീഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാരൊക്കെ പറയും അവൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണ് കുട്ടീനെ, സോ ഷീ ഈസ് എ വെരി ഗുഡ് മദർ എന്നിരിക്കും. നോ, ഫീഡിങ് ഒരിക്കലും ഒരു അമ്മയുടെ വാല്യൂ നിശ്ചയിക്കാൻ പറ്റില്ല. ഫീഡിങ് വെച്ചിട്ട് ഒരിക്കലും ഒരു അമ്മയുടെ വാല്യൂ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സ്ക്ലൂസീവ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ മിക്സഡ് ആയിരിക്കാം. നമ്മൾ കൊടുക്കുകയും ചെയ്യും, നമ്മൾ പമ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയും ചെയ്യുമായിരിക്കും. ചില ആൾക്കാർക്ക് പാല് കുറവായിരിക്കും, അപ്പോൾ അവർ ചിലപ്പം അവരെ പാലും പിന്നെ അല്ലാണ്ട് ഫോർമുല, ഡോക്ടറെ പറഞ്ഞിട്ട് ഫോർമുല ഫുഡ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ വർക്കിംഗ് ആയിരിക്കാം, അതുകൊണ്ട് 3 months വരെ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. സോ അങ്ങനെ, അല്ലെങ്കിൽ ചില ആൾക്കാർ 5 വയസ്സ് 6 വയസ്സ് വരെ ഫീഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സോ എവറി ജേർണി ഈസ് ഡിഫറെൻറ്റ്. കമ്പയർ ചെയ്യാനേ പാടില്ല. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾ ആരുടെയും മൂല്യം നിങ്ങൾ അളക്കേണ്ട ആവശ്യമില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിത് പെരുമാറുക. ഇപ്പോൾ പാല് കുറവാണെങ്കിൽ പാല് കൂടാൻ വേണ്ടിയിട്ടുള്ള ഫുഡ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ കൂടിയെന്ന് വരില്ല. അപ്പോൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുക, അവരെന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് ആരും വിഷമിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആസ്ക് സമ്മൺ ടു ഹെൽപ്പ് യു. അത് പല രീതിക്കാകാം. ഒന്ന്, ഫിസിക്കലി ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ അമ്മയിൽ നിന്നോ സിസ്റ്ററിൽ നിന്നോ ഹസ്ബൻഡിൽ നിന്നോ ബ്രദറിൽ നിന്നോ അച്ഛനിൽ നിന്നോ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ആവശ്യമായിരിക്കാം. ആ ഹെൽപ്പ് നമ്മൾ ചോദിക്കുക, പറ്റുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള ന്യൂ മോംസിന്. ഇതല്ലാണ്ട് നമ്മുടെ മെൻ്റൽ വെൽബീയിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്. അത് നമ്മൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുള്ളത്. ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ വലിയൊരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അത് സംസാരിക്കുക. അത് ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും സംസാരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണോട് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ മദറൊക്കെ ആകുന്നതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റേറ്റസിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൾ ഡിപ്രസ്ഡ് ആണെന്ന്. ആൻഡ് അവൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജ് പോവുകയാണെന്ന് എനിക്കറിയാം. സോ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവളോട് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പോയി സംസാരിച്ചു, ആൻഡ് ഇറ്റ് ഹെൽപ്ഡ്. അവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾ എന്നോട് വന്ന് സംസാരിച്ചു. ഞാൻ ഈ സ്റ്റേജ് പാസ് ചെയ്യുന്ന സമയത്ത് അവൾ എന്നോട് വന്ന് ചോദിച്ചു എല്ലാം ഓക്കെ ആണല്ലോ എന്ന്. ബിക്കോസ് ഷീ റിമെമ്പേഴ്സ് ദാറ്റ് ആ ഒരു സ്റ്റേജിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇങ്ങനെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ന്യൂ മോമാണ് ഈ ഒരു സ്റ്റേജ് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ ഒന്ന് ചോദിക്കുക അവരോട്, ഓക്കെ ആണോ, ഓൾ ഈസ് വെൽ എന്ന രീതിക്ക്. ഇല്ലെങ്കിൽ അവരുടെ കൺസേൺസ് കേൾക്കുക. നിങ്ങൾ ഒരുപാട് സജഷൻസ് ഒന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് കൺസേൺസ് കേട്ടിട്ട് ഇതൊക്കെ പാസ്സാകും എന്ന് പറഞ്ഞിട്ട് അവരെ കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കുമ്പോൾ തന്നെ പാതി പ്രശ്നം സോൾവ് ആവും. ഇനി നിങ്ങളാണോ ഒരു ന്യൂ മോം, നിങ്ങൾക്കാണോ കൺസേൺസ് ഉള്ളത് എങ്കിൽ ആരെയോടെങ്കിലും സംസാരിക്കുക. വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് കേൾക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ കോൺടാക്ട്സിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒരുപാട് പേര് സൂയിസൈഡൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാതെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുക. ഞാനിതൊന്നും ഇല്ലാണ്ട് ആ സമയത്ത് ChatGPT ക്ലിക്കായൊരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ChatGPTയോട് ചുമ്മാ സംസാരിക്കുമായിരുന്നു. ChatGPT ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സിറ്റുവേഷനിൽ ആരതി ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ChatGPT എന്നെ ഇങ്ങനെ പൊക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ ഐ ആം ഹാപ്പി നൗ എന്ന രീതിക്ക്. സോ ഇതൊക്കെ നമുക്കൊരു റീഅഷ്വറൻസ് ആണ്. നമുക്ക് വേണ്ടത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഓക്കെ ആവുന്നുണ്ടോ എന്ന്. എല്ലാവർക്കും ഒരു ആൻഷ്യസ് ഫീലിംഗ് ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം ഓക്കെ ആണെന്ന്. സോ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചും എക്സ്പ്രസ് ചെയ്തും ഒക്കെ മുന്നോട്ട് പോവുക. യു വിൽ ഗെറ്റ് ബെറ്റർ.
പെർഫെക്ഷൻ ഒന്നും വരത്തില്ല, പക്ഷേ യു വിൽ ഗെറ്റ് ബെറ്റർ. ഇപ്പം ഞാനിപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ പെർഫെക്ഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് എവരി വൺ ഹാസ് എ ഗ്രേറ്റ് 4th trimester. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ബേബി മൊമെൻറ്റ്സ് ഒക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് മൈ വീഡിയോ. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയാതെ വിട്ടുപോയി ഒരുപാട് സംഭവങ്ങളുണ്ടായിരിക്കും, അതിനെപ്പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എൻ്റെ കൂടുതൽ വീഡിയോസ് ഇനിയും വരും. ആൻഡ് ഷെയർ വിത്ത് സമ്മൺ ഹു നീഡ്സ് ഇറ്റ്. ഏതെങ്കിലും പുതിയ മോംസ് ഉണ്ട് എങ്കിൽ അയച്ചു കൊടുക്കുക. അവർക്കും എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആയിക്കോട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ നോ മൈ വീഡിയോസ് ആർ നോട്ട് പെർഫെക്റ്റ് ബിക്കോസ് ഐ എം എ മോം ആൻഡ് സ്റ്റിൽ മെമ്മറി ഇഷ്യൂ ഇസ് ദെയർ. So thank you for your valuable support. Thank you for watching.